സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നതായി ആവർത്തിച്ച് UDF നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായും സംഭവത്തിൽ അങ്ങേയറ്റം ദുരൂഹത സംശയിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ MK രാഘവൻ, കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ തുടങ്ങിയവരാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അട്ടിമറി സാധ്യത നേതാക്കൾ പങ്കുവച്ചത്. കോഴിക്കോട് JDT ഇസ്ലാം സ്കൂളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറന്നതായാണ് ആരോപണം. ഇന്ന് രാവിലെ 11:30ഓടെയാണ് സ്ട്രോങ് റൂം തുറന്നത്. എന്നാൽ JDTയിലെ സ്ട്രോങ് റൂം തുറന്നു എന്ന രീതിയിൽ വരുന്ന വാർത്ത തെറ്റാണെന്ന് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറി അല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. എന്നാൽ സ്ട്രോങ് റൂമിന് സമീപമുള്ള സ്പെയർ റൂം അടയ്ക്കണമെന്നും സുരക്ഷ പൂർണ്ണമായും BSFനെ ഏൽപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം സ്ട്രോങ് റൂമിന് സമീപത്തെ റൂം തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ തന്നെ അറിയിച്ചിരുന്നുവെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറഞ്ഞു. രാവിലെ 8 മണിക്കാണ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. 9 മണിക്ക് എത്തണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താൻ എത്തുമ്പോഴേക്കും റൂം തുറക്കാനുള്ള നടപടി കഴിഞ്ഞിരുന്നുവെന്നും ഏജന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു തുറന്നതെന്നും ഫാത്തിമ തഹ്ലിയ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 7 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ തുറന്നത് സ്ട്രോങ് റൂം അല്ലെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് റൂം തുറന്നത്. ആശയക്കുഴപ്പം മൂലമാകാം നേതാക്കൾ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചതെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്.